അപ്പോൾ ഇൻഷാ അല്ലാ മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാ എല്ലാവരും ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? കണ്ട ആരെങ്കിലും വേണ്ടപ്പാ, ചോദിക്കണ്ട. കാരണം മുത്തുനബിയെ സ്വപ്നം കണ്ടെങ്കിൽ അത് മറച്ചു വെക്കലാണ് ഏറ്റവും നല്ലത്. മുത്തുനബിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പാടില്ലെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് മറച്ചു വെക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. കാരണം മുത്തുനബിയെ കണ്ടാൽ കണ്ടതാ, വേറെ ആരും വരൂല. സ്വപ്നം ശൈത്താനൊന്നും വരൂല. പ്രവാചകന്റെ രൂപത്തിൽ ഇബ്ലീസ് വരാറില്ല. കണ്ടതാ, കണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെന്ന്. അവിടെ വേറെ ഒന്നിനും ചാൻസ് ഇല്ല. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ ശറഫാക്കപ്പെട്ട മുഖം കൺകുളിർമയായിട്ട് കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ അബൂബക്കർ ഇബ്നുൽ മുജാഹിദുൽ മുഖരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ തൻ്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ കിതാബ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ശിബിലി റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരും മഹാന്മാരാ, കയറി വന്നു. കണ്ട ഉടനെ ചാടി എഴുന്നേറ്റു, ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ച് മുസാഫകത്ത് ചെയ്തു. ശിബിലി തങ്ങളെ കൊണ്ടുവന്നിരുത്തി ഭക്ഷണം കൊടുത്തു, ഖിദ്മത്ത് ചെയ്തു. അള്ളാഹുവെ വളരെ സന്തോഷത്തോടുകൂടി യാത്രയാക്കി. ശിഷ്യന്മാരിത് കണ്ടിട്ട് കണ്ണും തള്ളിയിരിക്കുക. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, വലിയ വലിയ രാജാക്കന്മാർ വന്നാൽ പോലും നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യാറില്ലല്ലോ, ഈ ഒരു മഹാന് വേണ്ടി എന്താ ഇങ്ങനെ ചെയ്തേന്ന്? അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇന്നലെ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നം കണ്ടു. ഞാൻ ഇന്നലെ പ്രവാചകന് സ്വപ്നം കണ്ടു. അള്ളാൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിൻ്റെ അവകാശിയായ ഒരാൾ നിന്നെ കാണാൻ നാളെ വരും, നീ ബഹുമാനിക്കണം. മുത്തുനബി എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്തു. ഇത്ര തന്നെ. മഹാനായ അബൂബക്കർ ഇബ്നുൽ മുജാഹിദുൽ മുഖരി റളിയല്ലാഹു തആല അൻഹു എന്തേ കാരണമെന്ന് മഹാനവറുകൾക്ക് അറിയില്ല. കുറേ നാളുകൾക്ക് ശേഷം പിന്നീടൊരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. അപ്പോൾ ചോദിച്ചു, നബിയെ, ശിബിലി തങ്ങൾക്ക് ഇത്രയും സ്ഥാനം കിട്ടാൻ, അങ്ങ് സ്നേഹിക്കുന്നു സ്വർഗത്തിൻ്റെ അവകാശി അള്ളാഹുവെ, അത്രയ്ക്കും വലിയ സ്ഥാനം കിട്ടാൻ കാരണം എന്താന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, 80 കൊല്ലമായിട്ട് 5 വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തോതും അതിൻ്റെ മഹത്വമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 5 വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതാറുണ്ട്. എത്ര കൊല്ലം? 80 കൊല്ലമായിട്ട്. അള്ളാഹു ആ ആയത്ത് ഇനിയെങ്കിലും ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? അള്ളാഹു മരിക്കുന്ന കാലം വരെ ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ ആയത്തിന് വലിയ പ്രതിഫലമുണ്ട്. ഒരെണ്ണം ഞാൻ പറയാം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ ബിസ്മി ഇല്ലാത്ത ഒരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? സൂറത്തു തൗബ. അപ്പോൾ ഈ ആയത്ത് ഓതുമ്പോൾ എന്തോതരുത്? ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇത്രയേ ഓതാവൂ. ബിസ്മി ഓതരുത്. 5 വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് ഓതണം. ഏതായത്താ? സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്തിന് തൊട്ടു മുകളിലുള്ള ആയത്ത്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തുൻ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്ത് സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ പേജ് എടുത്ത് നോക്കിയാൽ ആയത്ത് കാണാം. ഈ ആയത്താണ് മഹാനവറുകൾ ഓതിയത്. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ്, ഇന്നല്ല നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞത് മുതൽ എല്ലാവരും ഓതി തുടങ്ങ്. എന്നെങ്കിലും ഒരിക്കൽ മുത്തുനബി നമ്മളെ കാണാൻ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പ്രവാചകൻ്റെ കൈപിടിച്ച് സ്വർഗത്തിൽ പോകുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉസ്താദന്മാരിയ്ക്കുമ്പോൾ നമ്മൾ മുത്തല്യം നിങ്ങൾ ചെയ്യും നമുക്ക് ബറക്കത്തിന്. ഉസ്താദന്മാർ പറഞ്ഞാലും കേൾക്കണമല്ലോ, ഇല്ലെങ്കിൽ അതിനും പണിയാണ്. പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും പണി കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദന്മാരുടെ പൊരുത്തം ആണ്. ഞാൻ വഴുത് പറയുന്നത് ഇപ്പോഴും കടുവാപ്പള്ളി പഠിക്കുന്ന കുട്ടികളോട് വെച്ചാൽ പറയും, ഞാൻ വഴുത് പറയുന്നത് എന്തർഹതയുള്ളതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഉസ്താദിൻ്റെ ദുആയ ഇവിടെ വരെ എത്തിച്ചേ. ബഹുമാനായ എൻ്റെ ഉസ്താദ് ഒരിക്കൽ വഴുത് കടുവപ്പള്ളി പഠിക്കണവർക്കറിയാം, അവിടെ പ്രഭാഷണത്തിൻ്റെ മത്സരമുണ്ട്. നബിദിനം വരുമ്പോൾ ഞാനാണെങ്കിൽ പ്രസംഗിക്കത്തൊന്നുമില്ല, കളിച്ചും ചിരിച്ചും നടക്കും. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ ഉസ്താദ് ഒരു പ്രസംഗം എഴുതി തന്നു, എന്നിട്ട് ഞാൻ പ്രസംഗിച്ചില്ല. അപ്പോൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്ക് പറഞ്ഞു.
ജൂനിയറിൻ്റെ മുന്നിൽ വെച്ച് സീനിയർ ആയ നമ്മളെ വഴക്ക് പറഞ്ഞപ്പോൾ ഈഗോ എപ്പോഴും ഉണ്ടാകുമല്ലോ. ഞാൻ ഉസ്താദ് വഴക്ക് പറഞ്ഞു, നാളെ പ്രസംഗിച്ചില്ലെങ്കിൽ തല്ലൂന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ പ്രസംഗമൊക്കെ വലിച്ചു കീറിയിട്ട് സ്വന്തമായിട്ട് പോയൊരു പ്രസംഗം എഴുതി. ഞാൻ ആദ്യം വഴുതു പറഞ്ഞത് കടുവാപ്പള്ളിയുടെ ഖബർസ്ഥാനിലാണ്. എൻ്റെ വഴുത് ആദ്യം കേട്ടതാരാ? ഖബറാളികളാണ്. അവിടെ പോയി പാതിരാത്രി മൊത്തം അവിടെ പോയി നിന്നൊരു വഴുത് സ്വന്തമായിട്ട് എഴുതി പഠിച്ചു. പിറ്റേ ദിവസം വഴുതു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉസ്താദ് ദുആ ചെയ്തു, നീ ഒരു പ്രഭാഷകനാകുമെന്ന്. അള്ളാഹു അങ്ങനെ ആക്കി. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ മക്കളെ, ഉസ്താദിൻ്റെ വാക്ക് കേട്ടാ, ഉസ്താദിൻ്റെ വാക്ക് ക്ഷമിച്ചും സഹിച്ചും നിന്നോളി. ഉസ്താദിന് തുടിയും കഴുകി എല്ലാം ചെയ്ത് നിന്നോളി. അള്ളാഹു നമ്മുടെ രക്ഷപ്പെടുത്തും. അള്ളാഹു നമ്മുടെ മരിച്ചുപോയ ഉസ്താദന്മാരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി കണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വർഗത്തിലൂടെ, സ്വർഗത്തിലെ അരുവികൾ, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ, സ്വർഗത്തിലെ പഴങ്ങൾ, സ്വർഗത്തിലെ പദവികൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ കണ്ടു. എന്നിട്ടും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഖുതുബയിൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ ഊസികും ബിത്തഖ്വല്ലാഹ്. അവിടെന്ന് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തു. അവിടെന്ന് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തു. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്ക് പോകാ സമയമായി, എൻ്റെ മരണമെടുത്തു സ്വഹാബാ. അടയാളങ്ങൾ കണ്ടു തുടങ്ങി സ്വഹാബാ. പടച്ചവനെ അവിടെന്ന് സ്വലാം പറഞ്ഞു പിരിഞ്ഞു. അസർ നിസ്കരിച്ചു, മഗ്രിബ് നമസ്കരിച്ചു, ഇശാ നമസ്കരിച്ചു, തൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ അസ്വലാത്തു ഖൈറും മിനന്നവൂം. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേട്ടു. എല്ലാവരും പള്ളിയിലേക്ക് കടന്നു വന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഖലീഫയാണല്ലോ, ഇഖാമത്ത് കൊടുത്തു. ഇമാമായി കയറി നിന്നു. സുബഹിക്ക് നമസ്കാരത്തിന് കൈകെട്ടി അവിടുന്ന് ഫാത്തിഹ ഓതി. സൂറത്തു യൂസുഫാണ് ഓതുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യൂസുഫ് ഓതി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് സ്വഹാബാക്കൾ പുറകിൽ നിന്ന് നമസ്കരിക്കുകയാണ്. അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു കടാരയുമായി ഒരു ശത്രു കടന്നു വരികയാ. അബൂലുഅൽ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ കടാരയുമായി അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കടന്നു വന്നു. ഇമാമത്തായി നിൽക്കുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലെ ഇമാമിന്റെ അടിവയറ്റിലേക്ക് അവിടുന്ന് കത്തിയങ്ങ് കുത്തിക്കേറ്റുകയാണ്. പിന്നെയും ഊരി കുത്തി ഉമർ തങ്ങൾ കുത്തുകൊണ്ടിട്ട് പിടയുകയാ. ഈ മനുഷ്യൻ ഇറങ്ങി ഓടുമ്പോ അതാ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്വഹാബത്ത് അവരിൽ പലരെയും കുത്തി മലർത്തികെട്ടാണ് പോയത്. 6 or 7 സഹാബാക്കൾ പിടയുകയാ. എൻ്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ മുന്നിൽ നിൽക്കുന്ന ഇമാമിനെ കുത്തി മലർത്തി തൻ്റെ ചാരത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന 7 പേര് അല്ലാഹുവേ മരണത്തോട് കിടന്നു മല്ലടിക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ പള്ളിയിൽ ആരംഗം കണ്ടുകൊണ്ടിരുന്ന സ്വഹാബത്തുണ്ടല്ലോ, ആരും നിലവിളിച്ചില്ല, ഒരാളും കൈയടിച്ചില്ല, ഒരാളും ജീവനം കൊണ്ടോടിയില്ല. ആ നിന്ന നിൽപ്പിൽ നിന്ന് ഒരാൾ പോലും അനങ്ങിയില്ല. കാരണം എന്തെന്നറിയുമോ? അവരെവിടെയാ നിൽക്കുന്നത്? അവരാരുടെ മുന്നിലാ നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവന് വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്നവരാ. അവര് കൈകെട്ടിയിട്ട് പറഞ്ഞത് വെറുതെയല്ല. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി. അവര് വെറുതെ
പറഞ്ഞതല്ല, അവര് ഹൃദയം കൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞതാ. അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ റബ്ബ്, എന്റെ ജീവിതവും എന്റെ മരണവും നിനക്കാ അല്ലാഹ്. ഒരാള് പോലും പതറിയില്ല, എല്ലാവരും അതേ നിൽപ്പ്. ഉമർ തങ്ങളെ പിടഞ്ഞു വീഴുമ്പോ അവിടെന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഹാബ, ആരെങ്കിലും കേറി നിൽക്കു സഹാബ. ഉമർ തങ്ങൾ സൂചന കൊടുത്തു. അതാ തന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബികളിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് കേറി നിന്നു. ഇമാമ് നിന്ന സ്ഥലത്തേക്ക് മഹാനബികൾ അവിടെ നിന്ന് കേറി നിന്നു. നിസ്കാരം തുടരുകയാ, നിസ്കാരം തുടരുകയാ. ആ സ്വഹാബിയുടെ കാലിന്റെ ചുവട്ടില് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ ചിന്തിക്ക്, പള്ളിക്കകത്ത് നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരുത്തം പള്ളിക്കകത്ത് വന്നിട്ട് ഇമാമിന്റെ അടിവയറ്റിലേക്ക് കുത്തിക്കേറ്റി ഇറങ്ങിപ്പോകുന്ന വഴിയിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന 6-7 പേരെയും കുത്തിയിട്ട് ഇറങ്ങിപ്പോയി. നമ്മളാണെങ്കിൽ ചിന്തിച്ചു നോക്ക്. അല്ലാഹു അഅലം. എന്നാൽ ഒരാള് പോലും ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് അനങ്ങിയില്ല. അതേ നിൽപ്പ്. കണ്ണിന്റെ മുന്നിൽ ഒരാൾ കിടന്ന് മരണവിപ്രാളത്തിൽ പിടയുകയാ ഉമർ തങ്ങൾ. ഒരാള് പോലും അനങ്ങിയില്ല, അങ്ങനെ തന്നെ കൈകെട്ടി നിന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇമാമ് സൂചന കൊടുത്തു, എനിക്ക് വയ്യ, ആരെങ്കിലും ഒന്ന് കയറി നിൽക്കുക. അല്ലാഹു അക്ബർ. മഹാനായ അവിടുന്ന് സഹാബി കയറി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അതേ സ്ഥലത്തേക്ക് കയറി നിന്നപ്പോൾ ആ മഹാന്റെ കാലിൻ്റെ ചുവട്ടിൽ ആ ഉമർ തങ്ങൾ കിടന്ന് പിടയുന്നേ. ആ മഹാന്റെ കാലിൻ്റെ ചുവട്ടിൽ രണ്ടാമത്തെ ഖലീഫ മരണത്തോട് മല്ലടിക്കുക. എന്നിട്ടും കൈയഴിച്ചില്ല സഹോദര. അവിടെ നിന്ന് നിസ്കരിച്ചു, നിസ്കാരം പൂർത്തീകരിച്ചു. അതാ നിസ്കാരം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കാരം കെട്ട് പൂർത്തീകരിച്ചു, സലാം വീട്ടി. എല്ലാവരും കൂടെ അല്ല, അൽഹംദുലില്ലാ, മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഇതിനാ നിസ്കാരം എന്ന് പറയാ, ഇതിനാ നിസ്കാരം എന്ന് പറയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോകണമെങ്കിൽ 50 വക്കത്തൊന്നും വേണ്ട. സ്വർഗത്തിൽ പോകണമെങ്കിൽ 1 വക്കത്ത് നിസ്കരിച്ചാൽ മതി. 1 വക്കത്ത് നിസ്കാരം മതി സ്വർഗത്തിൽ പോകാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ നമസ്കരിക്കാൻ കൈകെട്ടി സലാം വീട്ടി കഴിയുമ്പോൾ ഒന്നുകിൽ അവൻ സ്വർഗത്തിൽ, അല്ലെങ്കിൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി പറയുകയാ. നാളെ സുബഹി നിസ്കരിക്കാൻ ഞാനും നിങ്ങളും നിസ്കാരപ്പായിൽ ചെന്ന് നിന്ന് കൈകെട്ടികെട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ സലാം അങ്ങോട്ട് വീട്ടുമ്പോൾ ഒരു മലക്ക് എന്നെ പിടിച്ചിട്ട് പറയും, സിറാജേ, നീ സ്വർഗത്തിന്റെ അവകാശിയാടാ, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ സ്വർഗത്തിന്റെ അവകാശിയാ, ഈ പോകുന്ന വഴിയിൽ നീ മരിച്ച സ്വർഗത്തിലാ, പൊക്കോ, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയും. ഇനി എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ മലക്ക് പറയും, എടാ നശിച്ചു പോയവനെ, എടാ അള്ളാടെ സ്വർഗം കളഞ്ഞല്ലോടാ നഷ്ടവാളി, നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, ദുഹറിന് മുമ്പ് നീ തൗബ ചെയ്യാതെ മരിച്ചുപോയ നരകത്തിലാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വഅലുകൾ എന്തേപ്പാ കേട്ടിട്ട് നന്നാകാൻ പറ്റാത്ത? എല്ലാവരും പ്രഭാഷണങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ ഞാനും നിങ്ങളും കേൾക്കുന്നു. പണ്ടത്തെ പോലെ അല്ലല്ലോ. ആരുടെ മൊബൈൽ എടുത്ത് നോക്കിയാലും വഅലുണ്ട്. ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ പ്രസംഗം, 1 മിനിറ്റെങ്കിലുമുള്ള പ്രസംഗം എല്ലാ ആണിൻ്റെയും പെണ്ണിൻ്റെയും മൊബൈലിലുണ്ട്. ഇന്ന് പലരും ഉറങ്ങുന്നത് തന്നെ വഅല് കേട്ടിട്ടാ. തലേ പറയുന്ന ഉസ്താദ്, നിങ്ങളുടെ വഅല് കേട്ടിട്ടാ ഞാൻ ഉറങ്ങുന്നത്. ഇന്ന് വഅല് കേട്ടിട്ട് തന്നെ ഉറങ്ങുന്ന ഒരു സാഹചര്യം. ഇത്രയ്ക്കും എല്ലാവരും വഅലുകൾ കേട്ടിട്ടും എന്തേ നന്നാകാൻ കഴിയാത്തത്? വാപ്പ ചോദിക്കുക, എന്തേ ഉസ്താദ് എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയത്? അത് ഞങ്ങളോടല്ല വാപ്പ ചോദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര നന്മ കേട്ടാലും നിങ്ങൾ ചിന്തിക്ക്, സ്വന്തം വാപ്പ ക്യാൻസർ പിടിച്ച് കിടക്കുന്ന വാപ്പ, കിഡ്നി തകർന്ന് കിടക്കുന്ന വാപ്പ, ഒരു സൈഡ് തളർന്ന് കിടക്കുന്ന വാപ്പ വീടിൻ്റെ അകത്ത് കട്ടിലി ഇരുന്ന് നിസ്കരിക്കുന്നത് മക്കൾ കാണും. എന്നാലും നമ്മൾ നിസ്കരിക്കില്ല. ഈ വാപ്പായ്ക്ക് ഒതുവെടുപ്പിച്ച് കൊടുക്കുന്നത് ആരാ? ഉമ്മ. വാപ്പ നിസ്കരിക്കുന്നത് ഉമ്മ കാണും, എന്നാലും ഉമ്മ അവിടെ കിടന്നുറങ്ങും, നിസ്കരിക്കും. എന്തുകൊണ്ട് സഹോദര? നമ്മുടെ ഹൃദയം ഇത്ര കല്ല് പോലാകാൻ കാരണമെന്തേ? നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നന്മ ഇറങ്ങാത്തതിൻ്റെ കാരണമെന്തേ? ഞാനൊരു ചരിത്രം പറയാം. ഇമാം റാസി തങ്ങൾ തൻ്റെ തഫ്സീറിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. ഈ ചരിത്രം അങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഹൃദയം കരിങ്കല്ല് പോലെയാകാനുള്ള കാരണമെന്താ.
നമ്മുടെ ഹൃദയം നന്മ ഇറങ്ങാത്ത ഹൃദയമാകാനുള്ള കാരണം എന്താ? മഹാനായ ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ പറയുകയാ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, ഈ ചരിത്രം നിന്റെ ഹൃദയത്തിൽ ഇറങ്ങട്ടെ. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാതെ ഇന്നത്തെ വഅദ് നിന്റെ ഹൃദയത്തിൽ ഇറങ്ങുന്ന വഅദാകട്ടെ. അല്ലാഹുവേ, അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് കാനത്ത് ഇംറഅത്തുൻ തസീഹു ഫീ സിഖഖിൽ മദീന, മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണ് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്, കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. ദല്ലൂനി അലാ മുഹമ്മദ്, അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? ആരെങ്കിലും മുത്തുനബി എനിക്കൊന്ന് കാണിച്ചു തരുമോ? അള്ളാഹുവിന്റെ റസൂലിനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മദീനയുടെ തെരുവിലൂടെ നിലവിളിച്ചുകൊണ്ടൊരു പെണ്ണിങ്ങനെ ഓടുകയാണ്. അല്ലാ, സ്വഹാബത്ത് കാണിച്ചു കൊടുത്തു. പെണ്ണ് ആയിരിക്കുന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകന്, അതാണ് ലോകത്തിന്റെ നേതാവ്. മുത്തുനബിയെ കാണിച്ചു കൊടുക്കുമ്പോ അതാ കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് തൗബയുണ്ടോ നബിയേ? എന്റെ പാപം അല്ലാഹു പൊറുക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്ന് നിലവിളിക്കുകയാണ്. മുത്തുനബി പറഞ്ഞു, നീ കരയരുത് പെണ്ണ്, നീ നിന്റെ നിലവിളിയൊന്ന് നിർത്ത്. എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ നിലവിളിക്കുന്നത്? എന്തു പാപമാണ് നീ നിന്റെ ജീവിതത്തിൽ ചെയ്തത്? മുത്തുനബി അവിടെ നിന്ന് ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാണ് നബിയേ. എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാണ്. എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയാ മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. ഒരുപാട് വർഷങ്ങൾ കഴിയും. പോയതാ നബിയേ, വർഷങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. എന്റെ ഭർത്താവ് അങ്ങനെ ജോലിക്ക് പോയപ്പോ, എന്റെ ഭർത്താവ് അങ്ങനെ കച്ചവടത്തിന് പോയപ്പോ, ഇന്നി സനൈതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മുത്തി നബിയേ, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോ ഞാനൊരു അന്യപുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു നബിയേ. ഞാൻ വ്യഭിചരിച്ചു നബിയേ. ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചു നബിയേ. അവിടെ ആ പെണ്ണ് വ്യഭിചരിക്കുകയാണ്. ആ വ്യഭിചാരത്തിലൂടെ ഗർഭിണിയായി. ആ വ്യഭിചാരത്തിലൂടെ ഗർഭിണിയായി. കുഞ്ഞിനെ കൊന്നുകളഞ്ഞില്ല. അല്ലാഹുവേ, ആരുമറിയാതെ കൊണ്ട് നടക്കുകയാ. കാരണം ഭർത്താവ് നാട്ടിലില്ല, വീട്ടിലാരുമില്ല, പരിസരത്ത് ആൾക്കാരില്ല. അതുകൊണ്ട് ആരുമറിയാതെ കൊണ്ട് നടന്നു. ആ പെണ്ണിങ്ങനെ ഗർഭം ചുമക്കുകയാണ്. അല്ലാഹുവേ, 9.5 മാസം കഴിഞ്ഞു. യാ റസൂലല്ലാഹ്, ഞാൻ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു നബിയേ. അവിടെ നിന്നൊരു കുഞ്ഞിനെ ജന്മം കൊടുക്കുകയാണ്. ഒരു പൊന്നുമോനെ അവിടെ നിന്ന് പ്രസവിച്ചു കഴിഞ്ഞപ്പോ ആ പെണ്ണ് ചെയ്തതെന്തെന്നറിയുമോ? തൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തു ഞെരിച്ചു കൊല്ലുകയാ. ആ ചോരക്കുഞ്ഞിനെ കണ്ട് കൊതിതീരുന്നതിന് മുമ്പ് ആ കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊല്ലുകയാണ്. എന്നിട്ട് ഈ പെണ്ണ് ചെയ്തതെന്തെന്നറിയുമോ? ഈ പെണ്ണിൻ്റെ ജോലി എന്തെന്നറിയുമോ? ഈ പെണ്ണിൻ്റെ ജോലി എന്തെന്നറിയുമോ? സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാ. അല്ലാ, ഇന്നൊക്കെ പലരും വാറ്റുചാരായമുണ്ടാക്കുമല്ലോ. പൂച്ചയൊക്കെ കൊന്നിട്ട് ബാൽട്ടറിയൊക്കെ ഇട്ടിട്ട് ഇന്ന് വാറ്റുചാരായമുണ്ടാക്കുമല്ലോ. പടച്ചവനെ, അതുപോലെ ഈ പെണ്ണിന്റെ ജോലി സുറുക്കയുണ്ടാക്കുന്ന ജോലിയാണ്. ആ പെണ്ണ് അങ്ങനെയാണ് ജീവിക്കുന്നത്. യാ റസൂലല്ലാഹ്,
എൻ്റെ കുഞ്ഞിൻ്റെ മയ്യത്തുണ്ടല്ലോ, അത് ഞാൻ എന്തേ ചെയ്തതെന്നറിയുമോ? ആ പെണ്ണ് പറയുകയാണ്, ഏറ്റവും കൂടുതൽ പവറുള്ള, ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ ഒരു സുറുക്കയുടെ കുപ്പിക്കകത്തേക്ക് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മയ്യത്തിട്ട് അടച്ചു വെച്ചു നബിയേ. മയ്യത്തെടുത്ത് സുറുക്കകത്ത് വെച്ച് അടച്ചു വെക്കുകയാ. അല്ലാ, അതിനകത്ത് കിടന്ന് അഴുകാൻ തുടങ്ങി, അതിനകത്ത് കിടന്ന് അഴുകാൻ തുടങ്ങി. പടച്ചവനെ, ആ പിഞ്ചു കുഞ്ഞിൻ്റെ ഇറച്ചികൾ മുഴുവനും, ആ കുഞ്ഞിൻ്റെ കണ്ണുകളും എല്ലാം അലിയാൻ തുടങ്ങി. ആ സുറുക്കകത്തേക്ക് അലിഞ്ഞു ചേരുകയാണ്. കുഞ്ഞിൻ്റെ എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ അതിനകത്തേക്ക് അലിഞ്ഞു ചേർന്ന് കളഞ്ഞപ്പോ എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞു ചേർന്നു. ഒരടയാളവും കാണാനില്ല. അങ്ങനെ എത്തിയപ്പോ യാ റസൂലല്ലാഹ് ഫജിഅതുഹാ, ഞാനത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു. ഞാൻ കച്ചവടം നടത്തി, അത് വിറ്റിട്ട് പൈസ വാങ്ങി നബിയേ. അത് ഞാൻ കച്ചവടം നടത്തി നബിയേ. നാട്ടുകാർക്ക് കുടിക്കാൻ കൊടുത്തു നബിയേ. മുത്തുനബിയുടെ കണ്ണ് നിറയുകയാണ്. റസൂലുള്ള കരയുകയാണ്. കൈകാലുകൾ വിറയുകയാണ്. റബ്ബേ, എന്തൊരു പാപമാ അല്ലാ. ഒരു പെണ്ണിനിങ്ങനെയാകാൻ പറ്റുമോ? പടച്ചവനെ, 3 പാപം. അതാ വിവാഹം കഴിഞ്ഞ പെണ്ണ് വ്യഭിചരിച്ചാ എറിഞ്ഞു കൊല്ലണം. കൊലയ്ക്ക് പകരം കൊലയാണ്. കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നത് വലിയ പാപമാണ്. 3 ദ്രോഹമാണ് ചെയ്തത്. 3 ദ്രോഹമാണ് ചെയ്തത്. മുത്തുനബി ആ പെണ്ണിനോട് ചോദിക്കുകയാ, പെണ്ണ്, നിന്റെ ഹൃദയം ഇങ്ങനെയാകാൻ എത്ര തെറ്റാ ചെയ്ത? 3 തെറ്റ്. മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, എൻ്റെ ഭർത്താവ് കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ ഒരുപാട് വർഷങ്ങളെടുക്കും. ഞാനൊരു ചെറുപ്പക്കാരനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു, ഗർഭിണിയായി, ആരും അറിയാതെ കുഞ്ഞിന് ഞാനിങ്ങനെ ചുമന്നുകൊണ്ട് നടന്നു, പ്രസവിച്ചു, ഞാൻ തന്നെ കൊന്നു നബിയെ. എന്നിട്ട് സുറുക്കയുടെ കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ ഇറച്ചിയും എല്ലുകളും എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞ് അതുമായി കൂടിക്കലർന്നു. ഒരടയാളവും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ കളഞ്ഞില്ല, അതും വിറ്റ് ഞാൻ കാശാക്കി നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നീ ഇങ്ങനെയാകാനുള്ള കാരണം എന്തെന്നറിയുമോ? നിന്റെ ഹൃദയം ഇങ്ങനെയാകാനുള്ള കാരണം എന്തെന്നറിയുമോ? ഫഇന്നി അറാ അന്നകി തറക്തിൽ സ്വലാത്തിൽ അസ്രി. ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. നീ അസർ നിസ്കരിക്കാത്ത പെണ്ണായില്ലേ? ഒറ്റ ചോദ്യം. നീ അസർ നമസ്കരിക്കാത്ത പെണ്ണല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസർ നമസ്കാരം ആര് ഉപേക്ഷിക്കുന്നുണ്ടോ അവൻ്റെ ഹൃദയം കട്ടിയായി പോകും, നന്മ നഷ്ടപ്പെട്ടു പോകുന്ന ഹൃദയമാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അസർ നമസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മോനെ നിസ്കരിക്കാറുണ്ടോടാ? എത്ര വയത് കെട്ടിട്ട് നന്നാകാത്ത അതുകൊണ്ടാ ഉമ്മയെ തല്ലുന്നേ, അതുകൊണ്ടാ ഉപ്പാനെ ചീത്ത വിളിക്കുന്നേ, അതുകൊണ്ടാ മോനെ 18 വയസ്സ് തികഞ്ഞ മകള് കോടതിയുടെ വരാന്തയിൽ കിടന്ന് ജന്മം കൊടുത്ത വാപ്പയും ഉമ്മയും കരയുമ്പോൾ ഇവരെ വേണ്ട, അവനെ മതിയെന്നിറങ്ങിപ്പോകുന്നേ. മക്കളെ കുറ്റപ്പെടുത്തണ്ട. ഉമ്മ വൈകുന്നേരം വീട്ടിലേക്ക് ട്യൂഷൻ സ്കൂള് വിട്ട് വരുന്ന മക്കളെ ആരാ അസർ നമസ്കരിപ്പിക്കുക? ഇങ്ങോട്ട് വിളിക്കും, കുളിച്ചൊരുക്കും, അടുത്ത വണ്ടി കയറ്റി വിടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മുത്തുനബി അവിടെ നിന്ന് ചോദിച്ചു, പെണ്ണേ, നീ അസർ നിസ്കരിക്കാത്ത പെണ്ണല്ലേ? അതേ നബിയെ, നിസ്കരിക്കൂല നബിയെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വക്കത്ത് നിസ്കാരം മുടക്കിയ ആളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഈ 5 വക്കത്ത് നിസ്കരിക്കാത്തവൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നിസ്കാരം എന്തിനാ നിസ്കരിക്കുക? എക്സസൈസ്, പള്ളിയിൽ പോ, കൈകിട്ട, റുക്കൂ, സുജൂദ്, ഇതിലൊക്കെ എന്താ നേടല്ലേ? ഇതിലെന്താ ഉസ്താദെ? പലരും ചോദിക്കുമല്ലോ, വേറെ പണിയൊന്നുമില്ല, എന്താ പള്ളിക്കകത്ത് പോക, ഇമാം എന്തോ ചെയ്യുന്നു, കൂടെ ചെയ്യണോ? അങ്ങനെ കൂടെ ചെയ്യും. എന്താ ഇതിനകത്തുള്ള പ്രതിഫലം? നീ വിചാരിച്ചു വെറുതെയാണ് 5 വക്കത്ത് പള്ളിയിൽ പോയി തലകുത്തി വീഴുന്നത്? വെറുതെയല്ല, അതിൻ്റെ കാരണമുണ്ട്, അതിന് മഹത്വമുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാ 5 വക്കത്ത് നിസ്കാരമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് സലാത്ത് പറയാൻ മടിയുണ്ടോ? നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പരിഹാരം. ഇപ്പൊ എല്ലാം പ്രശ്നമല്ലേ? ഞാൻ ഒരു കാര്യം, ഒരു സത്യം ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാമ്പത്തികമായിട്ട് എല്ലാവരും തകർന്നു ഇല്ലേ ഉസ്താദെ? കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് കൊടുക്കാൻ പൈസയില്ല ഉസ്താദെ. പഴയെന്ന് ചിന്തിച്ചേ, നമ്മുടെ വീട്ടിലൊക്കെ മന്തി ബിരിയാണി, ചുട്ട കോഴി, കറക്കിയ കോഴി, കരിച്ച കോഴി. ഇപ്പൊ വല്ല കോഴിയുണ്ടോ? ഒന്നുമില്ല. സാമ്പത്തികമായിട്ട് പടച്ചവനെ വീട്ടിൽ എന്തായിരുന്നു? ഷവർമ, വൈകുന്നേരമായി കഴിഞ്ഞാൽ കുബൂസും കറങ്ങിയ കോഴി, ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഉണ്ടോ സഹോദര? ഇപ്പൊ സവാള ഉള്ളവനാ രാജാവ് അല്ലേ? 160 140 ഇപ്പൊ അതിന്റെ വില. കൂടണം, ഇനിയും കൂടണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാത്തിൻ്റെ അഹങ്കാരം തീരണം. ഞാനതേ പറയത്തുള്ളൂ. വളരെ അഹങ്കാരം അള്ളാഹു അനുഗ്രഹം ചെയ്തപ്പോൾ അഹങ്കാരം കൂടും, സർവ്വതും കൂടും. ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തും. വന്ന വഴി മറന്നുപോയി നമ്മൾ പലരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുന്നത്, പഴയതുപോലെ ഒന്നുമില്ല. പലരുടെയും വീടിൻ്റെ അകത്ത് ഇപ്പൊ ഇപ്പൊ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ തുടങ്ങി, ഇപ്പൊ കപ്പയൊക്കെ വാങ്ങി പുഴുങ്ങാൻ തുടങ്ങി. കാരണം എന്തേ? പഴയതൊക്കെ മാറി, പഴങ്ങഞ്ഞിയൊക്കെ കുടിക്കാൻ തുടങ്ങി പലരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോദിച്ചാ പറ, എന്തേ ഇത്ര ഞെരുക്കം? എന്തേ സഹോദര? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വീടിന്റെ അകത്ത് ഇത്ര ഞെരുക്കം വന്നത് എങ്ങനെയാ? ഉടനെ നിങ്ങൾ പറയുന്ന മറുപടി, വെള്ളപ്പൊക്കം, നോട്ട് നിരോധനം, കേന്ദ്ര ഭരണം, ഇതൊക്കെ ഞങ്ങളെ വല്ലാതെ ബാധിച്ചു ഉസ്താദ്. ഇല്ലേ? നമ്മൾ പറയുന്ന ഒരു കാരണം ഇതൊക്കെയാ നമ്മൾ കാരണം പറയുന്നത്. എൻ്റെ സഹോദര, നിന്നെ തല്ലണ്ടേ സഹോദര? നീ ആലോചിക്കേ, ഈ നാട്ടിൽ കിടക്കുന്ന നിന്റെ വീടിൻ്റെ അകത്ത് നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനില്ലാത്തതിൻ്റെ കാരണം ഓനാണോ? നിങ്ങൾ ചിന്തിക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാ. ഒരിക്കലുമില്ല സഹോദര. നിന്റെ വീടിൻ്റെ അകത്ത് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നീയും നിന്റെ പെണ്ണും പിള്ളയും മക്കളുവാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞുതരാം, തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം. എടാ, നിന്റെ വീടിൻ്റെ അകത്ത് പട്ടിണി വന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് സാമ്പത്തിക ഞെരുക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നീയും നിന്റെ കുടുംബവുമാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന വ്യക്തി ആരെന്നറിയോ? രാവിലെ മുതൽ കിളയ്ക്കാൻ പോകുന്ന ഒരാൾക്ക് 600, 700, 800 ഇതല്ലേ കൂലി? പറചങ്ങാതി ആണോ? നേരെ ഇരുന്ന് എല്ലാവരും ശൈത്താൻ വന്ന് തടകുന്നു. രാവിലെ കിളയ്ക്കാൻ പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന ആളുടെ ശമ്പളം എത്ര? ഇവിടെ എത്ര പറയൂ ഉസ്താദ്? 1000 രൂപയെ. എന്നാ കിളയ്ക്കാൻ പോലെ നല്ലത്. നമ്മുടെ ഇവിടെ 600 രൂപയുള്ളൂ. രാവിലെ മുതൽ 1 മണി വരെ, 8 മണി മുതൽ 1 മണി വരെ ജോലി ചെയ്യാൻ വരും. 600 രൂപ കൂലി. മേശിരിക്കാരൻ എത്രടാ റഫീഖ ശമ്പളം? 1000 രൂപ. 4 മണി വരെ അല്ലേ? 4 എന്നുള്ളത് 4:30 പോയി. പിന്നെ കൂടും. കൂടെ വരുന്നവന് 900. കൂടെ സിമെന്റ് കുഴയ്ക്കാൻ പോകുന്ന ആൾക്ക് 900. ഒരു ചേച്ചി ഉണ്ടെങ്കിൽ 800 രൂപ. ആശാരിപ്പണിക്കാരൻ 1000 കൂടത്തില്ല, കൂടും. എന്നാൽ പള്ളി ജോലി ചെയ്യുന്ന ഉസ്താദിന്റെ ശമ്പളം എത്ര എന്നറിയാവോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്റെ ശമ്പളം എത്ര എന്നറിയോ? കൂട്ടി നോക്കണം വാപ്പ. 75 രൂപ, 80 രൂപ, 100 രൂപ. അതിൽ കൂടുതൽ വാങ്ങണ ആരുമില്ല. കൂടിപ്പോയാൽ 130 രൂപ. ഈ 130 രൂപ വാങ്ങുന്ന ഉസ്താദ്, ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ പെണ്ണും പിള്ളയും മക്കൾ പട്ടിണി അടക്കുന്നുണ്ടോ? അള്ളാടെ പള്ളി ബാങ്ക് വിളിക്കുന്ന ഏതെങ്കിലും ഒരു മുഅദ്ദിൻ സാഹിബിൻ്റെ മക്കൾ വല്ലതും തായ് എന്ന് പറഞ്ഞ് തെണ്ടി നടക്കുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, അപ്പം നിങ്ങൾ പറയും അത് അള്ളാഹു ബർക്കത്തിട്ടുണ്ട്. ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഓസിന് കിട്ടുന്ന സാധനം, അത് ഉസ്താദിനെ മാത്രമല്ലടാ, എല്ലാവർക്കും കിട്ടും. ഞാൻ ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ 25,000 മേടിക്കുന്നു, മാസം 30,000 ഉണ്ട്. പക്ഷെ ഈ ഒരു ദിവസം 100 രൂപ മാത്രം കിട്ടുന്ന ഈ ഉസ്താദിന് കറണ്ട് ബില്ലടയ്ക്കണം. പലരെ കടയിൽ പോയിട്ട് ഫാത്തിഹ ഓതി അരി കിട്ടുമോ? മീൻ കച്ചവടക്കാരൻ്റെ വാപ്പാടെ കബർ വിശാലമാകട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മീൻ കൊടുക്കും. എന്നും കൊടുക്കുമോ? അണ്ണാച്ചി എടുത്ത് പാരി പിടിക്കാൻ പോയിട്ട് ഫാത്തിഹ ഓതിയ കിട്ടുമോ? ഇല്ലല്ലോ. എല്ലാം പൈസ തന്നെ കൊടുക്കണം. ഉസ്താദിനും കറണ്ട് ബില്ലടക്കണം, പാല് വാങ്ങണം, പച്ചക്കറി വാങ്ങണം, പലചരക്ക് വാങ്ങണം, മീൻ വാങ്ങണം. ഉസ്താദിന്റെ പെണ്ണും പിള്ളയ്ക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം. മക്കൾ പഠിക്കാൻ വിടുന്നുണ്ട്, വസൂലി കൊടുക്കണം, ട്യൂഷൻ കൊടുക്കണം. ഉസ്താദിന്റെ പെണ്ണും പിള്ളയ്ക്ക് സ്വർണം വാങ്ങിക്കൊടുക്കണം. ഈ കേവലം ഒരു ദിവസം 100 രൂപ ശമ്പളം കിട്ടുന്ന, കേവലം ഒരു മാസത്തിൽ 10,000, 12,000, 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഉസ്താദ് ഇതെല്ലാം ചെയ്തിട്ടും ബാക്കി ബാങ്കിലാ കൊണ്ടിടുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
ഉസ്താദിനെ എന്തേ GST ബാധിക്കാത്ത? ഉസ്താദിനെ എന്തേ കേന്ദ്രഭരണം ബാധിക്കാത്ത? ഞാൻ വെറുതെ പറഞ്ഞതല്ല, ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലോകത്ത് ആരുടെ വീടിൻ്റെ അകത്ത് ദാരിദ്ര്യമുണ്ടായാലും ഒരു വീടിൻ്റെ അകത്ത് അള്ളാഹു ഒരിക്കലും പട്ടിണി കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സാക്ഷാൽ ദജ്ജാൽ എന്ന് പറയുന്ന ഒരുത്തൻ വരാനുണ്ട്. അവൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അവൻ വന്നിട്ട് രാജ്യം ഭരിച്ചാലും നിന്റെ കൂരയിൽ എല്ലാ ദിവസവും തിന്നാൻ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നല്ലൊരു ആമീൻ പറ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. വെറുതെ കിട്ടുമോ? പറ, കിട്ടുമോ? കിട്ടൂല. അള്ളാഹ് പറഞ്ഞു, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മതി. തലകുത്തി ഒന്നും നിൽക്കണ്ട, തലകീഴായിട്ടൊന്നും നിൽക്കണ്ട, രാവും പകലും കിടന്ന് കഷ്ടപ്പെടണ്ട. അള്ളാഹ് പറയുന്നു, മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം, ഞാൻ തരുവടാ. രാഷ്ട്രീയക്കാരനല്ല അള്ളാഹ്, എൻ്റെ റബ്ബ് എന്നോട് പറയുന്നു, സിറാജെ, ഞാൻ പറയുന്ന ഒരു കാര്യം നീയും നിന്റെ പെണ്ണുമ്പിള്ളയും മക്കളും ചെയ്താ മരിക്കുന്നത് വരെ ഞാൻ തരുവടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവക്ക്. നിനക്ക് വേണമെങ്കിൽ പൊക്ക്. നിന്റെ പെണ്ണുപിള്ളയും മക്കളും പട്ടിണി കിടന്ന എനിക്കിവിടെ എന്നാ? നിനക്ക് വേണമെങ്കിൽ പൊക്ക്. എൻ്റെ കാര്യം നോക്കിയാൽ എന്താ ഉസ്താദേ? നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാൽ പോരെ? ഞാൻ പഠിച്ച ഇൽമ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഈ ഒരു കാര്യം ചെയ്താ ഒരു വെള്ളിയാഴ്ച ഒരു പള്ളിയുടെ മുന്നിലും ഇങ്ങനെ പോണ്ട, ലെറ്റർ പേടും പിടിച്ച്. സംഘടനകൾക്ക് അപേക്ഷ എഴുതി കൊടുത്തിട്ട് കാത്തിരിക്കുക, മോളെ കെട്ടിക്കണം. എന്താ വേണ്ടപ്പ? പണക്കാരന്മാരുടെ വീട് ഇപ്പം റിമോട്ടാ, പണ്ടതുപോലൊന്നുമല്ല. യാചകരും നിരോധിച്ചിരിക്കുന്നു. എഴുതി പോകണ്ടട ചങ്ങാതി, വീട്ടിൽ ഇരുന്ന് മരിക്കണ കാലം വരെ തിന്നാം. അള്ളയല്ലേ പറഞ്ഞ തരാന്ന്, ഞാനല്ലല്ലോ. ഖുർആൻ ഉണ്ടല്ലോ, വിശ്വാസം ഉണ്ടല്ലോ. ഖുർആൻ എടുക്ക്. 114 സൂറത്തുകൾ. അതിനകത്ത് സൂറത്തു ത്വാഹ എന്ന് പറയുന്നൊരു സൂറത്തുണ്ട്. ആ സൂറത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പേജ് എടുത്തിട്ട് അങ്ങോട്ട് നോക്ക്. 130 ആയത്തിന് ശേഷം ഒരായത്തുണ്ട്. ഞാൻ പറയുന്ന ഈ ആയത്ത് എടുത്തിട്ട് അർത്ഥം വായിച്ചു നോക്ക്. എന്നിട്ട് നാളെ മുതൽ ചെയ്യാൻ തീരുമാനിക്ക്. അള്ളാഹു മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ.